ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ വാക്യത്തിൽ നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ വിശദീകരിക്കുന്നത് അത്തരം ഒരു അവകാശവാദത്തിന് പ്രസക്തിയില്ല. കാരണം അള്ളാഹുവിന്റെ മതം സമ്പൂർണമാണ്. പഴയ കാലത്തെ പോലെയല്ല. എല്ലാ നിയമങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അടിസ്ഥാനപരമായും ശാഖാപരമായും ഭൗതികമായും പാരത്രികമായും അന്ത്യനാൾ വരെ മനുഷ്യ സമൂഹത്തിന് ലഭിച്ചിരിക്കേണ്ട മുഴുവൻ നിയമങ്ങളുടെയും സമാഹാരമായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സമുദ്ധാരണ പ്രവർത്തകന്മാരാണ്. ഞങ്ങൾ ശിർക്കിൽ നിന്ന് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് വഴിതെറ്റുന്നവരെ തൗഹീദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ ബിദ്അത്ത് സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് വഴിമാറുന്നവരെ സുന്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ല. മുസ്ലിം സഹോദരങ്ങൾ ഒന്നാകെ ശിർക്കിലേക്ക് പോവുക, മുസ്ലിം സഹോദരങ്ങൾ ഒന്നാകെ ബിദ്അത്തിലേക്ക് വഴിമാറിപ്പോവുക എന്ന ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം അന്ത്യദിനം വരെ ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാമ ഇബ്നു കസീർ ഈ പരിശുദ്ധ വാക്യത്തിന്റെ വിശദീകരണത്തിൽ സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, കേരളത്തിൽ ഇന്ന് വഹാബിസം അവകാശപ്പെടുന്നത് പോലെ, ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നത് പോലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും ശിർക്കിലേക്ക് കൂപ്പുകുത്തി അവരെല്ലാവരും മുശ്രിക്കുകളും കാഫിറുകളുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഖുർആനായത്തിന് പ്രസക്തിയില്ല. ആ ഖുർആൻ വാക്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണവും അപ്രസക്തമാകുമെന്ന കാര്യം സഹോദരങ്ങളെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ, സമുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? തീർച്ചയായും അത് വഹാബിസം അവകാശപ്പെടുന്ന നവോത്ഥാനമല്ല. അത് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്ന നവോത്ഥാനമല്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ള, അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചിട്ടുള്ള നിയമങ്ങളും ഇസ്ലാമിക ശരീഅത്തും അതിന്റെ ശരിയായ നടത്തിപ്പും പ്രയോഗവൽക്കരണവുമാണ് നവോത്ഥാനം. ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ കർമാനുഷ്ഠാനങ്ങളിൽ നിന്ന്, ഇസ്ലാമിന്റെ വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് കാലക്രമത്തിൽ മനുഷ്യർ പിന്തിരിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ വീണ്ടും ഇസ്ലാമിക ശരീഅത്തിലേക്ക് അടുപ്പിക്കുകയും ഇസ്ലാമിക ശരീഅത്തെ കുറിച്ച് ബോധവൽക്കരിക്കുകയും അങ്ങനെ മുസ്ലിം സമുദായത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള മുരടിപ്പും മരവിപ്പും അവസാനിപ്പിച്ചുകൊണ്ട് അവരെ എപ്പോഴും സജീവമാക്കി നിലനിർത്തുക, ഇതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിലും തിരുസുന്നത്തിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ചിട്ടുള്ള ഈ ഇസ്ലാമിക നിയമങ്ങള്, ഇസ്ലാമിക ശരീഅത്ത് അതിവിടെ സജീവമാക്കി നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് ചരിത്രത്തിൽ നേതൃത്വം നൽകിയ മഹാന്മാരാണ് മദ്ഹബിന്റെ പണ്ഡിതന്മാർ. നിങ്ങൾക്കറിയുമോ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗത്തിന് ശേഷം, സ്വഹാബത്തിന്റെ വിയോഗത്തിന് ശേഷം ഏറെക്കുറെ പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ളവരും
അള്ളാഹുവിന്റെ റസൂലിന്റെ 10 ലക്ഷത്തിലധികം വരുന്ന ഹദീസുകൾ മനഃപ്പാടമുള്ള പണ്ഡിതന്മാരും മരണപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു. അക്കാലത്ത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് ഇസ്ലാമിക നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ള ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു. അവർക്ക് ഖുർആൻ മനഃപ്പാടമുണ്ടായിരുന്നു. അതിനു പുറമെ ഖുർആനിന്റെ വിശദീകരണങ്ങളായി വിശ്വസിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ 10 ലക്ഷത്തിലധികം വരുന്ന തിരുവാക്യങ്ങൾ കാണുകയും അത് വിലയിരുത്തുകയും അത് പഠിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ധാരാളമായി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ കുറെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ മരണപ്പെട്ടു പോകാൻ തുടങ്ങി. പലരും മരണപ്പെട്ടു. പണ്ഡിതന്മാർ കുറഞ്ഞു വരാൻ തുടങ്ങി. ഹദീസുകൾ മനഃപ്പാടമുള്ളവർ കുറഞ്ഞു വരാൻ തുടങ്ങി. ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊന്നും സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെടുകയോ ഹദീസുകൾ സംരക്ഷിക്കപ്പെടുകയോ ഗ്രന്ഥരൂപത്തിൽ അത് എഴുതി സൂക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന സമ്പ്രദായം അന്ന് വ്യാപകമായി ആരംഭിച്ചിട്ടില്ല. പലരും പല സ്ഥലത്തായി ചില ഹദീസുകളൊക്കെ എഴുതിയും രേഖപ്പെടുത്തിയും വെച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും പരിശോധിച്ച് ക്രോഡീകരിച്ച് വെക്കുന്ന സമ്പ്രദായം അന്ന് ആരംഭിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഹദീസ് മനഃപ്പാടമുള്ള ധാരാളം പണ്ഡിതന്മാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരെല്ലാവരും മരണപ്പെടാൻ തുടങ്ങിയപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചുവല്ലോ, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ രംഗത്ത് വന്നു. അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്തായിരുന്നു? നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളെ സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് മഹാന്മാരായ മദ്ഹബിന്റെ പണ്ഡിതന്മാർ ചരിത്രത്തിൽ നിർവഹിച്ച ഏറ്റവും സ്മരണീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് എന്റെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവർ കഷ്ടപ്പെട്ട് അതിസാഹസികമായ പ്രവർത്തനങ്ങളിലൂടെ പഠന തപസ്യയിലൂടെ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുകയും രേഖപ്പെടുത്തുകയും സമാഹരിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിന്റെ തന്നെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അതിനു മാത്രം വലിയ വൈജ്ഞാനിക പ്രതിസന്ധി മുസ്ലിം സമുദായം നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സമുദായത്തിന്റെ നവോത്ഥാനവും അതിന്റെ സമുദ്ധാരണവും ഏറ്റെടുത്തുകൊണ്ട് മദ്ഹബിന്റെ പണ്ഡിതന്മാർ രംഗത്ത് വന്നത്. അവരെന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ 10 ലക്ഷത്തിലധികം വരുന്ന ഹദീസുകൾ പരിശോധിച്ചു. ആ ഹദീസുകളും ഖുർആനും അടിസ്ഥാനമാക്കി അന്ത്യദിനം വരെ നിലനിൽക്കുന്ന പ്രസക്തമായ ഇസ്ലാമിന്റെ നിയമങ്ങളും ചട്ടങ്ങളും എഴുതി വെച്ചു. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് അതവർ സങ്കൽപ്പിച്ചുണ്ടാക്കി. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിഷയത്തിനും അവർ വിശദീകരണങ്ങളും പ്രതിവിധികളും സഹോദരന്മാരെ എഴുതി രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമ്മുടെ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പറയുന്നത് അവർക്ക് വേണ്ടത്ര വിജ്ഞാനമില്ലായിരുന്നു എന്നാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ അബ്ദുസ്സലാം സുല്ലമി എന്ന വിവരദോഷിയുടെ കഥ. അദ്ദേഹം ഈ അടുത്ത് ഒരു പത്രമാസികക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്, നിങ്ങൾ ഷാഫിഈ ഇമാമിനെ പോലെയാണോ എന്ന് പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ നൽകിയ മറുപടി, ഞാൻ ചില കാര്യങ്ങളിൽ ഷാഫിഈ ഇമാമിനെ പോലെയാണ്, മറ്റു ചില കാര്യങ്ങളിൽ ഷാഫിഈ ഇമാമിന്റെയും മുന്നിലാണ് എന്നായിരുന്നു.
എന്ന് മാത്രമല്ല, അദ്ദേഹം മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഷാഫിഈ മദ്ഹബ് എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ മനുഷ്യൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ ഉൾപ്പെടെയുള്ള മദ്ഹബിന്റെ 4 പണ്ഡിതന്മാരും വരുന്നത് ഹദീസുകളുടെ സമ്പൂർണമായ ക്രോഡീകരണവും അതുപോലെ സംരക്ഷണവും പരിശോധനയും നടക്കുന്നതിന്റെ മുമ്പാണ് എല്ലാ മദ്ഹബിന്റെ പണ്ഡിതന്മാരും വരുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉൾപ്പെടെയുള്ള ഹദീസിന്റെ പണ്ഡിതന്മാര് രംഗത്ത് വരുന്നതിന്റെ മുമ്പാണ് എല്ലാ മദ്ഹബിന്റെ പണ്ഡിതന്മാരും ജീവിച്ചത്. അതുകൊണ്ട് അവർക്കാർക്കും വേണ്ടത്ര ഹദീസ് കിട്ടിയിട്ടില്ല എന്ന മഹാവിഡ്ഢിത്തം സഹോദരങ്ങളെ ഷാഫിഈ മദ്ഹബ് എന്ന ഗ്രന്ഥത്തിൽ, പുസ്തകത്തിൽ ഈ മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ക്രോഡീകരണത്തെക്കുറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചിന്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഏത് സന്ദർഭത്തിലായിരുന്നു? ഖുർആൻ മനപ്പാടമുള്ള ധാരാളം ഹാഫിളീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം ധാരാളം യുദ്ധങ്ങൾ, പ്രത്യേകിച്ചും പ്രവാചകത്വ നിഷേധികളോടും സക്കാത്ത് നിഷേധികളോടുമെല്ലാം മുസ്ലിമീങ്ങൾക്ക് ധാരാളമായി യുദ്ധം നിർവഹിക്കേണ്ടി വന്നു. ആ യുദ്ധവേളയിൽ പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ധാരാളം സ്വഹാബിമാർ മരണപ്പെട്ടു പോകാൻ തുടങ്ങി, കൊല്ലപ്പെട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ ഖുർആൻ മനപ്പാടമുള്ള ആളുകൾ കൊല്ലപ്പെടാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ രൂപത്തിൽ ഖുർആൻ മനപ്പാടമുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു പോയാൽ ഈ ഖുർആൻ ഇവിടെ സംരക്ഷിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് ഖുർആൻ സമ്പൂർണമായി ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥത്തിലാക്കി അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, ഇത് റസൂലുള്ള ചെയ്യാത്ത കാര്യമാണ്, റസൂലുള്ള പറയാത്ത കാര്യമാണ്. ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല, അതൊരു ഗ്രന്ഥത്തിൽ ചെയ്തു വെക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ നബി പറയാത്ത, നബി കൽപ്പിക്കാത്ത ഒരു കാര്യം നാം എങ്ങനെയാണ് ചെയ്യുക എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ഉമറുൽ ഫാറൂഖിന്റെ ബുദ്ധിപരമായ നീക്കത്തിന് മുന്നിൽ, ചിന്താപരമായ അഭിപ്രായ പ്രകടനത്തിന് മുന്നിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഴങ്ങുകയും അങ്ങനെ രണ്ടുപേരുടെയും തീരുമാനപ്രകാരം ഖുർആൻ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇതിന്റെ താല്പര്യം എന്താണ്? മുജാഹിദ് മൗലവിയുടെ നേരത്തെ പറഞ്ഞ അഭിപ്രായ പ്രകാരമാണെങ്കിൽ ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് മുമ്പുള്ള സ്വഹാബിമാർക്കാർക്കും ഖുർആൻ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് മുമ്പുള്ള സ്വഹാബിമാർക്ക് ഖുർആൻ കിട്ടിയിട്ടില്ല. കാരണം എന്ത്? ഖുർആനിന്റെ ക്രോഡീകരണം നടക്കുന്നതിന് മുമ്പ് അവരൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് അവർക്കാർക്കും ഖുർആൻ വേണ്ടത്ര ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? ഖുർആൻ പൂർണ്ണമായും മനപ്പാടമുള്ള പണ്ഡിതന്മാർ മരണപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ചിന്തിക്കുന്നത്, സ്വഹാബത്ത് ചിന്തിക്കുന്നത്. എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ധാരാളമായി മനപ്പാടമുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഒന്നൊന്നായി മരണപ്പെട്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ഹദീസിന്റെ ക്രോഡീകരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ചിന്തിക്കുന്നതും അങ്ങനെ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പുള്ള ഹദീസുകൾ അത് പഠിച്ചുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തി ചില ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ 50,000 ഹദീസുകളിൽ താഴെയാണ്. അതേസമയം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ 10 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 10 ലക്ഷം ഹദീസുകളിൽ ഇന്ന് ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത് 50,000-ൽ താഴെ ഹദീസുകളാണ്. പക്ഷേ എന്നിട്ടും
അബ്ദുസ്സലാം സുല്ലമി എന്ന വഹാബി പണ്ഡിതൻ പറയുന്നത് ഹദീസുകളുടെ ക്രോഡീകരണമൊക്കെ വളരെ പിൽക്കാലത്താണ് നടന്നത്. അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോയതുകൊണ്ട് ഇമാം ഷാഫിക്കും ഇമാം അബൂ ഹനീഫക്കുമൊന്നും ഹദീസുകൾ വേണ്ടത്ര ലഭിച്ചിട്ടില്ല. അതേസമയം ഈ മനുഷ്യൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ബിദഈ മൗലവിമാരും അവരുടെ ആശയ സ്രോതസ്സായി സ്വീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ച് അവര് ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ തന്റെ റഫ്ഉൽ മലാം അൻ അഇമ്മത്തുൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത് നോക്കൂ, വിശദീകരിക്കുന്നത് നോക്കൂ. ബലില്ലദീന കാനൂ ഖബ്ല ജമീഇ ബലില്ലദീന കാനൂ ഖബ്ല ജംഇ ഹാദിഹി ദവാവീനി അഅലമു ബിസ്സുന്നതി മിനൽ മുതഅഖിരീന ബികസീരിൻ لأن كثيرا مما بلغهم وصح عندهم قد لا يبلغنا إلا عن مجهول أو بإسناد منقطع أو لا يبلغنا بالكلية فكانت دواوينهم صدورهم التي تهوي أضعاف ما في الدواوين وهذا أمر لا يشك فيه من علم القضية. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ബിദഈ മൗലവിമാർ വിളിച്ച് ആദരിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ റഫ്ഉൽ മലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ബലില്ലദീന കാനൂ ഖബ്ല ജംഇ ഹാദിഹി ദവാവീൻ, ഈ ഗ്രന്ഥങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നതിന് മുമ്പുള്ള പണ്ഡിതന്മാർ ഇന്ന് ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ട് ലഭിക്കുന്ന വിജ്ഞാനത്തെക്കാൾ ഹദീസുകളെക്കാൾ എത്രയോ ഹദീസുകൾ കൊണ്ട് അവർക്ക് വിജ്ഞാനമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. لأن كثيرا مما بلغهم وصح عندهم قد لا يبلغنا إلا عن مجهول. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് കാലം അടുത്ത ആ പണ്ഡിതന്മാർക്ക് ലഭിച്ച ഹദീസുകൾ നമുക്ക് ഒരു പക്ഷേ തീരെ ലഭ്യമല്ല. ഇനി ലഭിക്കുന്ന പക്ഷം അത് ചരിത്രം അറിയപ്പെടാത്ത മജ്ഹൂലായ വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ലഭിക്കുക. ഔ ബിഇസ്നാദിൻ മുൻഖതിൻ, അല്ലെങ്കിൽ അറ്റുപോയ സനദ് സഹിതം ഒരു പക്ഷേ നമുക്ക് ലഭിച്ചേക്കും. ഔ ലാ യബ്ലുഗുനാ ബിൽ കുല്ലിയ്യ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തീരെ ലഭിക്കുകയില്ല. ഫകാനത ദവാവീനുഹും, അവരുടെ ക്രോഡീകരണങ്ങളായിരുന്നു. സുദൂറഹും, അവരുടെ മനസ്സായിരുന്നു. അവരുടെ മനസ്സിൽ ലക്ഷക്കണക്കായ ഹദീസുകൾ അവർ മനപ്പാട് സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞ് അല്ലതീ തഹവി അൽആബമാ ഫിദ്ദവാവീനി, ഇന്ന് നമ്മൾ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹദീസുകളുടെ എത്രയോ ഇരട്ടി ഹദീസുകൾ അവരുടെ ഹൃദയങ്ങളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. വഹാദാ അംറുൻ ലാ യശുക്കു ഫീഹി മൻ അലിമൽ ഖളിയ്യ, വിഷയം അറിയുന്ന ആർക്കും സംശയമില്ലാത്ത വിഷയമാണ് ഇതെന്ന് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ച് വഹാബിസം ആദരിക്കുന്ന ഇബ്നു തൈമിയ്യ തന്റെ റഫ്ഉൽ മലാം അൻ അഇമ്മത്തുൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അതായത് ബുഖാരി ഇമാം വരുന്നതിന് മുമ്പ്, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം ഉണ്ടാക്കുന്നതിന് മുമ്പ്, സിഹാഉസിത്ത മുഴുവനും എഴുതപ്പെടുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് ശേഷം വളരെ അടുത്ത നൂറ്റാണ്ടുകളിൽ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട ഹദീസുകളെക്കാൾ എത്രയോ ഇരട്ടി ഹദീസുകൾ മനഃപ്പാഠമുണ്ടായിരുന്നു എന്നാണ് ഇബ്നു തൈമിയ്യ തന്റെ റഫ്ഉൽ മലാം അൻ അഇമ്മത്തുൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാർ, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ഒരു കാലം നേരിട്ട ഏറ്റവും വലിയ വൈജ്ഞാനികമായ മുരടിപ്പിനെ നേരിട്ടു. ഹദീസുകൾ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ഇസ്ലാമിക നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ള, യോഗ്യതയുള്ള, തന്റേടമുള്ള പണ്ഡിതന്മാരുടെ കാലഘട്ടം അവസാനിക്കുകയാണ് എന്ന് തോന്നിയപ്പോൾ മദ്ഹബിന്റെ ഇമാമുകൾ എന്താ ചെയ്തത്?
ഇനി ഒരിക്കലും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പണ്ഡിതന്മാർ വന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് എല്ലാ കാലത്തേക്കും ആവശ്യമായ രൂപത്തിൽ നിയമ ക്രോഡീകരണം നടത്തി അവർ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ സമാഹരിച്ചു. ഇന്ന് ഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും സമാഹരിക്കപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു. പക്ഷേ ഇന്ന് നാം നേരിടുന്ന ഏതൊരു പ്രശ്നമുണ്ടോ, അത് ക്ലോണിംഗ് ആവട്ടെ, രക്തദാനമാവട്ടെ, അവയവദാനമാകട്ടെ, മനുഷ്യ പട്ടിയാകട്ടെ, അതുപോലെ ടെസ്റ്റ് ട്യൂബ് ശിശുവാവട്ടെ, ഇങ്ങനെ ആധുനിക ലോകത്ത് ഒരു മനുഷ്യൻ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം സഹോദരങ്ങളെ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട നമ്മുടെ കേരളീയനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിക്കുകയും ഇന്നും നമ്മുടെ പള്ളി ദർസുകളിൽ പാരായണം ചെയ്യപ്പെടുകയും പഠിപ്പിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഒരു മസ്അലയുണ്ട്. ആ മസ്അല പഠിക്കുന്ന കാലത്ത്, ഉസ്താദുമാർ അത് ഓതിത്തരുന്ന കാലത്ത്, സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു സംഭവം ലോകത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയും സംശയവും ഉണ്ടായിരുന്നു. ഇതൊക്കെ സംഭവിക്കാനുള്ള കാര്യമാണോ എന്ന് പഠിക്കുന്ന കാലത്ത്, ഞങ്ങളുടെ ഒക്കെ പഠിക്കുന്ന കാലത്ത് പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമായിരുന്നു. നോക്കൂ നിങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത് പന്നിയെ സംബന്ധിച്ച്, നായയെ സംബന്ധിച്ച് അത് നജസാണ്, അത് രണ്ടും നജസാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് ഒരു മസ്അല പറയുന്നു. ലൗ നസാ കൽബുൻ ഔ ഖിൻസീറുൻ അലാ ആദമിയ്യത്തിൻ, ഒരു നായ അല്ലെങ്കിൽ ഒരു പന്നി ഒരു മനുഷ്യ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, മനുഷ്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അങ്ങനെ ഫവലദത്ത് ആദമിയ്യൻ, ആ മനുഷ്യ സ്ത്രീ ഒരു മനുഷ്യ കുട്ടിയെ പ്രസവിച്ചു. എന്നാൽ ആ മനുഷ്യ സ്ത്രീയിൽ ഈ നായക്ക് പന്നിക്ക് ജനിച്ച കുട്ടിയുടെ വിധി എന്താണ് എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത്. കാന നജസൻ, ആ കുട്ടി നജസാണ്. നായക്ക് പന്നിക്ക് മനുഷ്യ സ്ത്രീയിലുണ്ടായ കുട്ടി നജസാകുന്നു. മാത്രമല്ല വമാഅലിക, നജസാണെങ്കിൽ തന്നെയും ഹുവ മുകല്ലഫും ബിസ്വലാത്തി, ആ കുട്ടി നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടുന്നവനാണ്. വഗൈരിഹ, മറ്റ് ഇസ്ലാമിക നിയമങ്ങളും ആ കുട്ടിക്ക് ബാധകമാണ്. പക്ഷേ വലാഹിറുൻ അന്നഹു യുഫ അമ്മാ യുൽഖറു ഇലാ മുരാമസതിഹി, ആ കുട്ടിയെ തൊടാൻ നമ്മൾ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടും, വിടുതി ചെയ്യപ്പെടും. നായന്റെ കുട്ടിയാണ് അല്ലെങ്കിൽ പന്നിയുടെ കുട്ടിയാണ്, പക്ഷേ മനുഷ്യ സ്ത്രീയിലാണ് ജനിച്ചത്. അതുകൊണ്ട് ആ കുട്ടിക്ക് നജസിന്റെ വിധിയുണ്ടെങ്കിൽ പോലും ആ കുട്ടി പള്ളിയിൽ കയറുന്നതിന് വിരോധമില്ല, ആ കുട്ടിയെ തൊടുന്നതിന് വിരോധമില്ല, ആ കുട്ടി ഇമാമത്ത് നിൽക്കുന്നതിന് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പട്ടിയിൽ അല്ലെങ്കിൽ നായയിൽ പന്നിയിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വിധി എന്താണ് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഫത്ഹുൽ മുഈൻ എന്ന നമ്മുടെ ദർസുകളിൽ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന, ഒരുപക്ഷെ മലപ്പുറത്ത് പഴയ കാലത്ത് എല്ലാ മുസ്ലിമീങ്ങളും ഓതി പഠിച്ചിരുന്ന ഈ ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നു. അന്നിത് പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നോർത്ത് ചിരിക്കാനും കൗതുകപ്പെടാനും വിദ്യാർത്ഥികൾ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളൊക്കെ കുട്ടികൾക്ക് ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കുമ്പോ നമ്മുടെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമില്ല. കാരണം
മനുഷ്യ പട്ടി ജനിച്ചതിന്റെ റിപ്പോർട്ട് നമ്മുടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യ പട്ടി ജനിച്ചതിന്റെ റിപ്പോർട്ട്, മനുഷ്യന്റെ ഉടലുള്ള പട്ടിയുടെ മുഖമുള്ള കുഞ്ഞ് ഒരു മനുഷ്യ സ്ത്രീക്ക് ജനിച്ചതിന്റെ റിപ്പോർട്ട് നമ്മുടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല, പാശ്ചാത്യ ലോകത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പല സ്ത്രീകളും ഭർത്താക്കന്മാരുടെ സ്ഥാനത്ത് ഉപയോഗപ്പെടുത്തുന്നത് നായകളെയാണ്, വളർത്തു പട്ടികളെയാണ് എന്ന കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സ്ത്രീകളും ഭർത്താവിന്റെ സ്ഥാനത്ത് ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വളർത്തു പട്ടികളെ ഉപയോഗപ്പെടുത്തുന്ന ചിത്രം സഹോദരങ്ങളെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലുണ്ട്. ഇങ്ങനെ വ്യാപകമായ ലൈംഗിക അരാജകത്വത്തിലൂടെ ചിലപ്പോൾ മനുഷ്യപ്പട്ടി ജനിച്ചേക്കും, അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയിൽ പട്ടിക്കും നായക്കും പന്നിക്കും കുഞ്ഞ് ജനിച്ചേക്കും. അങ്ങനെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വിധി എന്താണ്? അവൻ നജസാണോ? അവൻ മുസ്ലിമാണോ? അവൻ പള്ളിയിൽ പോകാമോ? അവൻ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാമോ? ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. അതായത് ഒരു സമുദായം ജീവിതത്തിന്റെ കാലത്തിന്റെ ഏത് സന്ധിയിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് മദ്ഹബിന്റെ പണ്ഡിതന്മാർ കടന്നുപോയത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ. ഹൃദയം മാറ്റിവെക്കാമോ? കണ്ണ് ദാനം ചെയ്യാമോ? അവയവം ദാനം ചെയ്യാമോ? വൃക്ക ദാനം ചെയ്യാമോ? പ്രശ്നങ്ങളാണ്. പഴയകാലത്ത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്ന രചിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അതിനൊക്കെയും പരിഹാരം ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ചു. എന്നാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഗവേഷണം നടത്തി മതവിധികൾ നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്ന വളരെ മുജ്തഹിദുകളെ സൃഷ്ടിച്ചവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ വഹാബികൾക്ക് ഏതെങ്കിലും ഒരു ആധുനിക പ്രശ്നത്തിൽ സഹോദരങ്ങളെ ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ വിധി കണ്ടെത്തി പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നിങ്ങൾക്കറിയുമോ, കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ് അൽമനാർ മാസിക.